ഹായ് സുഹൃത്തുക്കളെ, ഷൻ പവർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നാം കാണിക്കാൻ പോകുന്നത് ഒരു വാട്ടർ ടാപ്പ്. നമുക്കറിയാം, ചില സമയത്ത് നമ്മുടെ ടാപ്പുകളിൽ നിന്ന് വെള്ളം ഉറ്റിക്കൊണ്ടിങ്ങനെ ഇരിക്കും. ഇതുപോലെ കൂടുതലായി നമ്മുടെ അടുക്കളയിലെ സിങ്ക് ടാപ്പിനാണ് ഈ പ്രശ്നം വരാറുള്ളത്. അതുകൊണ്ട് സിങ്ക് ടാപ്പും അതുപോലെ മറ്റുള്ള ടാപ്പുകളൊക്കെ ഇതുപോലെ തന്നെ പരിഹാരം കാണാവുന്നതാണ്. നമുക്ക് എങ്ങനെ അത് നന്നാക്കിയെടുക്കാം എന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ഈ ചാനൽ ഷൻ പവർ മീഡിയ എന്ന എന്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സുഹൃത്തുക്കളെ, അപ്പൊ നമുക്ക് അടുക്കളയിൽ സിങ്ക് ഫാൾട്ട് വന്നാൽ എങ്ങനെ നന്നാക്കി എടുക്കാൻ നോക്കാം. ആദ്യം ഈ സ്ക്രൂ, ഇതിൻ്റെ മുകളിൽ ടോപ്പ് ഉണ്ടാവും, അത് കഴിച്ചതിന് ശേഷം സ്ക്രൂ അയച്ചെടുക്കുക. ഇങ്ങനെ അയച്ചെടുത്തിട്ട് ഇതാണ് ആ സ്ക്രൂ, അയച്ചെടുക്കുക. ചിലത് ഇതുപോലെ സ്ക്രൂ ആവില്ല, ചിലത് അല്ലെങ്കിൽ ഇട്ടിട്ട് കഴിക്കേണ്ടി വരും. ഇതുപോലെ ആയിരിക്കും. ഈ ടോപ്പ് അയച്ചതിന് ശേഷം നമ്മൾ എല്ലങ്കി ഇട്ടിട്ട് തിരിച്ച് ഉള്ളിലുള്ള സ്ക്രൂ എടുക്കണം. ഇതാണ് എല്ലങ്കി. ഇത് വിവിധ വണ്ണത്തിൽ നമുക്ക് ലഭിക്കും. കടയിലൊക്കെ ചോദിച്ചാൽ ലഭിക്കുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളത് ചെറിയ വണ്ണത്തിലുള്ള എല്ലങ്കിയാണ്. അത് ആവശ്യമാവും അങ്ങനെയുള്ള ടാപ്പുകൾ കഴിക്കാൻ. അത് അയച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ സ്പിൻഡിൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ഇതിപ്പോൾ ഈ ടാപ്പിൻ്റെ സ്പിൻഡിൽ പൊട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ വെള്ളം ഉറ്റി വീഴാനുള്ള കാരണം. സ്പിൻഡിലാകെ പൊട്ടി കഷ്ണങ്ങളായിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു സ്പിൻഡിൽ വാങ്ങിയിട്ട് ഇതുപോലെ, ഇതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സ്പിൻഡിൽ, അത് വാങ്ങി ഇതുപോലെ മുറുക്കി കൊടുക്കുക. മുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം ഒരു പ്ലെയർ ഉപയോഗിച്ച് മുറുക്കി കൊടുക്കുക. എങ്കിൽ ഇതുപോലെ നല്ല ടൈറ്റാക്കി മുറുക്കി കൊടുക്കുക. ഇനി നമുക്ക് വെള്ളം ഒന്ന് തുറന്നു നോക്കാം. ഇതുപോലെ തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഇപ്പോൾ ലീക്കില്ല, ഇപ്പോൾ അതുപോലെ ഉറ്റുന്നില്ല. ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.